friends, welcome to Techtronics Vlogs. In നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ഡ്രില്ലിംഗ് മെഷീൻ ആണ്. So, without wasting any time, let's get it started. അപ്പോൾ ഡ്രില്ലർ മെഷീൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽസ് നമുക്ക് പരിചയപ്പെടാം. ഇതാണ് PVC പൈപ്പ്, പൈപ്പിൻ്റെ 2 സ്റ്റോപ്പർ, ഇതാണ് RS775 DC മോട്ടർ, ഇതാണ് നമ്മൾ നേരത്തെ ഗ്രാസ് കട്ടിന് വേണ്ടി ഉപയോഗിച്ച മോട്ടർ. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഐ ബട്ടണിൽ ലിങ്ക് തന്നിട്ടുണ്ടാകും. ഈ വീഡിയോ കണ്ടിട്ട് അത് കാണുക. ഓക്കെ, ഒരു 12 വോൾട്ട് ഫീമെയിൽ അഡാപ്റ്റർ, ഒരു പുഷ് ബട്ടൺ സ്വിച്ച്, പിന്നെ കുറച്ച് വയറും. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സ്റ്റോപ്പറിൻ്റെ സെൻറ്ററിൽ ഹോൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റോപ്പറിൽ സ്ക്രൂവിന് വേണ്ടിയുള്ള ഹോൾ ഇട്ട് കൊടുക്കാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഡിവൈഡറിൻ്റെ യൂസ്. ഇനി നമുക്ക് മോട്ടറിൻ്റെ ബാക്കിൽ വയർ സെറ്റാക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ചിന് വേണ്ടിയുള്ള ഹോളും കൂടെ ഒന്ന് സെറ്റാക്കാം. ഇപ്പോൾ ഈ 2 വയറിൽ നിന്ന് ഏതെങ്കിലും ഒരു വയർ എടുത്ത് കട്ട് ചെയ്ത് നമുക്ക് അവിടെ സ്വിച്ച് പ്ലേസ് ചെയ്യാം. ഇനി നമുക്ക് വേറെ സ്റ്റോപ്പർ എടുത്തിട്ട് അത് ഹോളിട്ട് അഡാപ്റ്റർ സെറ്റാക്കാം. ഇതിൽ പോസിറ്റീവും നെഗറ്റീവും അഡാപ്റ്ററിൽ തന്നെ എഴുതിയിട്ടുണ്ട്. സോ നമുക്ക് ഏത് ഡയറക്ഷനിലാണോ മോട്ടർ കറങ്ങേണ്ടത് ആ ഡയറക്ഷൻ അനുസരിച്ച് വയേഴ്സ് ഒന്ന് അലൈൻ ചെയ്ത് കൊടുക്കണം. ഇനി ഡ്രില്ലിൻ്റെ ചക്കിന് വേണ്ടി ഞാൻ ഒരു ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ സ്ക്രൂ ഇട്ടിരിക്കുകയാണ്. ഇത് നമുക്ക് ഡ്രില്ലിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു സ്ട്രിപ്പ് വയർ കണക്ടർ എടുക്കുകയാണ്. ഇതിൻ്റെ അകത്തുള്ള ആ കോപ്പർ പ്ലേറ്റ് നമുക്കൊന്ന് ഊരിയെടുക്കാം. എന്നിട്ട് നമുക്ക് ബോട്ടിലിൻ്റെ ക്യാപ്പിൽ വരുന്ന ആ സ്ക്രൂവിൽ ഈ സ്ട്രിപ്പ് വയർ കണക്ടർ നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ ഈ ക്യാപ്പിൽ വരുന്ന സ്ക്രൂവിൻ ബാക്കിൽ ഞാൻ ഒരു നട്ടിട്ട് ടൈറ്റ് ആക്കുകയും കൂടി ചെയ്തായിരുന്നു. സോ നമുക്കിത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ നമ്മൾ ഡ്രില്ല് കറങ്ങുമ്പോൾ ഈ ചക്ക് ഊരിപ്പോകാനുള്ള ചാൻസ് കുറവായിരിക്കും. ഇനി നമുക്ക് ഡ്രില്ല് വർക്കാകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഡ്രില്ല് വർക്കായിരിക്കുകയാണ്. ഇനി നമുക്ക് ഫൈനൽ ടച്ചായിട്ട് ഈ ക്യാപ്പിൻ്റെ സൈഡിൽ സാൻഡ് പേപ്പർ ഒട്ടിച്ചു കൊടുക്കാം. ഇതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുന്ന ഗ്ലൂ ഫ്ലെക്സ് ക്വിക്ക് ആണ്. അപ്പോൾ ഫ്രണ്ട്സ്, അച്ഛനെ കൊണ്ട് ഞാൻ ഇവിടെ ടെസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ്. എന്തെങ്കിലും ഒരു സാധനം ഒന്ന് മുറിച്ച് കാണിക്കുകയാണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനും ഒക്കെ അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത്തെ ഡ്രില്ലറിന്റെ ബിറ്റ് സെറ്റാക്കി ഇരിക്കുകയാണ്. ഇനി നമുക്കിത് തടി തുളയ്ക്കുമെന്ന് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഞാൻ ഡ്രിൽ ബിറ്റ് മോട്ടറും ഒരു മെറ്റൽ ഷീറ്റും കൊണ്ടാണ് ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം കൊണ്ട് ഇത് ജോയിൻ ചെയ്യിപ്പിക്കാവുന്നതാണ്. ബട്ട് അത് സ്ട്രോങ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ഐക്കൺ കൂടെ. ബൈ.